ബിഗ് ബോസ് മലയാളം സീസൺ 2 വഴിയാണ് അലസാൻഡ്ര ജോൺസൺ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. രജനി ചാണ്ടി മുതൽ സംവിധായകൻ സുരേഷ് കൃഷ്ണൻ വരെ നീളുന്ന മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ കയറിക്കൂടിയ സുന്ദരി പെൺകുടിയായ അലസാൻഡ്ര ജോൺസൺ അതിവേഗത്തിലാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത്. എയർ ഹോസ്റ്റസ് ആകണമെന്ന കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം തന്റെ 20-ാം വയസ്സിൽ സാക്ഷാത്കരിച്ച മിടുക്ക് കൂടിയാണ് അലസാൻഡ്ര. ഹ്രസ്വചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുള്ള അലസാൻഡ്ര ജോൺസൺ ഇപ്പോൾ ഡിജെയായും സജീവമാണ്. ഏറെ നാളുകൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് അലസാൻഡ്ര. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ബിഗ് ബോസ് അനുഭവങ്ങളും സീസൺ 6-ലെ മത്സരാർത്ഥികളെ കുറിച്ചും അലസാൻഡ്ര സംസാരിച്ചു. എന്നെ ആളുകൾ വെറുക്കാൻ കാരണം രജിത് കുമാറാണ്. പിന്നെ റിലേഷൻഷിപ്പും കാരണമായി. സുജോയ്ക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്രേമിക്കരുത്, സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വീട്ടുകാർ വിട്ടത്. പക്ഷേ ഹൗസിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് മൂഡിലായിരുന്നു. ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സ്മോക്കിംഗ് നിർത്തി. എനിക്ക് വീട്ടിൽ എല്ലാത്തിനും ലൈസൻസ് ഉണ്ട്. പക്ഷേ സിഗരറ്റ് വലി നിർത്തിയ ഹൗസിൽ നിന്ന് ടെൻഷൻ അടിച്ച് ഭ്രാന്തായപ്പോഴാണ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത്. സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നത് പുറത്തുവിടില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടു. ഗബ്രിയോട് ചോദിച്ചപ്പോൾ ജാസ്മിനോട് പ്രണയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഗബ്രി എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ്. അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു. അവന് ജാസ്മിനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അതേക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. സത്യം പറ, നിനക്ക് ഇഷ്ടമല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇഷ്ടമൊക്കെയായിരുന്നു എന്നാണ് അവന്റെ മറുപടി. അവർ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.